നമുക്ക് ചക്രങ്ങളുണ്ട്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹൃതം, വിശുദ്ധിചക്രം, ആജ്ഞാചക്രം, സഹസ്രാരം. ഈ ഓരോ ചക്രങ്ങൾക്കും ഓരോ പ്രത്യേകതകളാണ്. ഇപ്പോൾ മൂലാധാരത്തിൻ്റെ ആണെന്ന് പറയും അതിനെ പറ്റിയാണത്. സ്വാധിഷ്ഠാനങ്ങളിൽ ബന്ധങ്ങൾ, റിലേഷൻസ്, ഭാര്യാഭർത്തൃ ബന്ധം അതിനെപ്പറ്റിയാണ് കാണിക്കുന്നത്. മണിപൂരകത്തിലാണെങ്കിൽ നമുക്ക് ഭക്ഷണം ദഹിക്കുക, അതുപോലെ നെഗറ്റീവ് എനർജി ഭക്ഷണത്തിലൂടെ കൂടി പോവുക, വിഷാംശങ്ങൾ വരിക, അതൊക്കെ കാണിക്കാൻ പറ്റും. അനാഹൃതത്തിലാണെങ്കിൽ സ്നേഹം, എല്ലാവരോടും സ്നേഹം നമ്മളെ കാണുമ്പോൾ ഒരാൾ ഇഷ്ടപ്പെടുക, നമുക്കൊരാളെ ഇഷ്ടപ്പെടുക. ഒരാളല്ല, പൊതുവേ എല്ലാവരും ഒരു സർവ്വസമ്മതനായ ഒരു വ്യക്തിയാവണമെങ്കിൽ അനാഹൃതം ആക്ടിവേറ്റ് ആയിരിക്കണം. വിശുദ്ധി ചക്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ, ഇൻറ്റ്യൂഷൻസ്, ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കാര്യം പോവുകയാണ്, അപ്പോൾ ഇന്നത് വേണ്ട അല്ലെങ്കിൽ ഇന്നത് വേണം എന്ന് നമുക്കൊരു ഇൻറ്റ്യൂഷൻ കിട്ടണം, ഈ വിശുദ്ധി ചക്രം ആക്ടിവേറ്റ് ആക്കണം. ആജ്ഞാചക്രം എന്ന് പറഞ്ഞാൽ ദൈവാധീനമുള്ള സ്ഥലമാണ്. ആജ്ഞാചക്രത്തിലാണ് നമ്മുടെ ദൈവാധീനം, ഐശ്വര്യമെല്ലാം വരുന്നത്. പിന്നെ വരുന്നതാണ് സഹസ്രാരം എന്ന് പറഞ്ഞാൽ ഭഗവാൻ. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ 6 പടിയും ചെല്ലണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അടുക്കളയുടെ കാര്യമാണ്. അപ്പം അടുക്കളയുടെ തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുമ്പോൾ അവിടെ വിനായകൻ, ഗണപതിയാണുള്ളത്. പഴയ കാലത്തൊക്കെ ആ വശത്തൊരു ഗണപതിയുടെ ഫോട്ടോ ഒക്കെ വയ്ക്കാറുണ്ട് സാധാരണ. ഇപ്പോഴത്തെ അടുക്കളയിൽ നോണൊക്കെ ഉള്ളവരും വയ്ക്കാറില്ലായിരുന്നു.